പണവും സ്വാധീനവും ബന്ധുബലവും കണ്ട് തങ്ങളോടുള്ള ചിലരുടെ അനീതിക്കെതിരെ പ്രതികരിക്കാനാവാതെ കഴിയേണ്ടി വരുന്നവരുണ്ട്. അമ്മയുടെ ഉദരത്തിൽ നാം സംരക്ഷിതരായിരുന്നതിന് സമാനമായി നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയമുണ്ട്. ആരും ഏകനായി ജീവിക്കേണ്ടി വരുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ സംരക്ഷണ വലയത്തിലെ ആളുകളെ നാം കണ്ടെത്തുകയാണ് ആവശ്യം. ജീവിതത്തിൽ ഒരിക്കലും കാണാനാകാത്തവരും അന്യനാടുകളിൽ വെച്ച് യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നവരും ഇക്കൂട്ടത്തിലുണ്ടാകും. ചിന്തകളിൽ നിന്നും സ്വതന്ത്രമായി മനസ്സ് കേന്ദ്രീകരിക്കാനാവുന്ന അവസ്ഥയിൽ വിശ്രമിക്കുക. മനസ്സിൽ ശത്രുത അപ്പോഴും ഉണ്ടാകും. മനസ്സ് കുറേ കൂടി കേന്ദ്രീകൃതമാക്കുക. ശത്രുതകൾ മായ്ക്കപ്പെടാൻ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ ശത്രുവിൻ്റെ കുഞ്ഞ് പിതാവിനെ ചൊല്ലി വാവിട്ട് നിലവിളിക്കുന്നതാകും കാണുക. അലിവ് തോന്നി ആ കുഞ്ഞിനെ എടുക്കുവാൻ തോന്നുന്നതോടെ ആ ശത്രുത മാഞ്ഞു പോകുന്നു. തെരുവ് നായ്ക്കളെ ഏറെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ അപകടത്തിൽപ്പെട്ട തെരുവ് നായയെ കണ്ടെന്നിരിക്കും. ശത്രുതയേക്കാൾ അതിൻ്റെ രക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്നതോടെ ആ ശത്രുത മായുന്നു. നിങ്ങളെ ചുറ്റി ഒരു പ്രകാശവലയവും അവിടെ അറിയുന്നവരും അറിയാത്തവരുമായവരുടെ മുഖങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. നെറ്റിയുടെ കേന്ദ്രഭാഗത്തു നിന്നും പ്രകാശവലയങ്ങൾ പുറത്തേക്ക് പ്രവഹിക്കുന്നതായി കാണപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമായി പുറത്തേക്കിറങ്ങുമ്പോൾ പഴയ ലോകം തന്നെ. പക്ഷേ നിങ്ങളിലാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. പരുഷഭാവങ്ങളെ മനസ്സിൽ പുഞ്ചിരിയോടെ കാണുക. ഈ പ്രസന്നത കൈവിടാതിരിക്കുക. നിങ്ങൾ ചെല്ലുന്ന പലയിടങ്ങളിലും അപ്രതീക്ഷിതമായി നിങ്ങളെ സഹായിക്കാൻ ഒരാളുണ്ടാകും.